നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വയം പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ലളിതമാണ്, പക്ഷേ അതേസമയം തന്നെ കുറേ പേര് ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. അതായത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ പ്രധാനപ്പെട്ട വലിയ ഇൻവെസ്റ്റേഴ്സ് ആഷ് കൊച്ചിലിയോ അല്ലെങ്കിൽ പൊർജു വെളിയത്തോ അല്ലെങ്കിൽ ഡോളി കന്ന ഇങ്ങനെയൊക്കെയുള്ള കുറേ പേര്, ഇവർ ഒക്കെ നിക്ഷേപിക്കുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് അങ്ങോട്ട് നിക്ഷേപിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അതൊരു തരം ഒരു എഷ്വേർഡ് റിട്ടേൺസോ അല്ലെങ്കിൽ പ്രോബബിലിറ്റി റിസ്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ? ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് എത്രത്തോളം ഫലവത്താണ്, എത്രത്തോളം കാര്യക്ഷമമാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിചിന്തനം നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയുന്ന പോലെ തന്നെ മാൻഡേറ്ററി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർലി ബേസിസിൽ മാത്രമേ ഉള്ളൂ. അതായത് വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിക്ലറേഷൻ നടത്തേണ്ടത് അത് ക്വാർട്ടർലി ആയിട്ട് മാത്രമേ ഉള്ളൂ. മന്ത്ലി വേണമെങ്കിൽ പലയിടത്തും ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള വല്ല ഇൻ്റർവ്യൂ ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിൽ അവർ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് എൻ്റർ ചെയ്തു എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ നിയമപ്രകാരം ഇത് പുറത്തു വരുന്നത് ക്വാർട്ടർലി ഉള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജാനുവരിയിൽ ഡോളി കന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് എൻ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ജാനുവരിയിൽ പുറത്തു വന്നതാണ്. അത് ഒക്ടോബറിലാണോ നവംബറിലാണോ ഡിസംബറിലാണോ ഇവർ എൻ്റർ ചെയ്തതെന്നുള്ള കുറിച്ച് നമുക്കൊരു ധാരണയില്ല. ചിലപ്പോൾ അവർ ഓൾറെഡി ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ വില മുകളിലേക്ക് പോയിട്ട് അവർ നല്ല ലാഭത്തിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു പത്രവാർത്ത വരുമ്പോൾ ചിലപ്പോൾ അവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിങ് വലിയൊരു പ്രശ്നമാണ്. അവരെപ്പോഴാണ് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തതെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രാകേഷ് ജുൻജുൻവാലയുടെ പല സ്റ്റോക്കുകളും അദ്ദേഹം വർഷങ്ങളോളം ഹോൾഡ് ചെയ്തതാണ്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലാഭം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു വലിയ ഇൻവെസ്റ്റർ എൻ്റർ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം ഫലപ്രദമായിരിക്കാൻ വഴിയില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിക്കേണ്ട ലാഭം എത്രയാണെന്നുള്ള പ്രതീക്ഷകളും നിങ്ങളുടെ പ്രതീക്ഷകളും തമ്മിൽ ചിലപ്പോൾ താതാത്മ്യപ്പെടണമെന്ന് വലിയ നിർബന്ധമില്ല. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയാനായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരട്ടിയായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഈ ഒരു പ്രത്യേക സ്റ്റോക്ക് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് വരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വളരെ സുതാര്യമായിട്ടുള്ള നമ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുക. നിങ്ങളുടെ മൊത്തം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 കോടി രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുകയാണ് ഒരു ചെറിയൊരു പെനി സ്റ്റോക്ക് അത് ചിലപ്പോൾ മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു 50,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 30,000 രൂപയ്ക്കോ ആ ഒരു പെനി സ്റ്റോക്ക് വാങ്ങിച്ചു വയ്ക്കുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് 100% ക്യാപിറ്റൽ പോയാലും കുഴപ്പമില്ല. കാരണം അത് നിങ്ങൾ പോർട്ട്ഫോളിയോയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ചെറിയൊരു എമൗണ്ടാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നിക്ഷേപമാണോ, ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ് എന്ന രീതിയിൽ നിക്ഷേപമാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ റിസ്ക് പ്രൊഫൈലിങ്ങിനെ കുറിച്ചുള്ള അറിവും ഇല്ലായ്മയും അതും പലപ്പോഴും നിങ്ങൾ ഒരു വലിയ നിക്ഷേപകന്റെ സ്റ്റോക്കിൽ കയറി പിടിക്കുമ്പം ഒരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അടുത്തായിട്ട് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ടൊരു മാനിപ്പുലേഷന്റെ ചെറിയ ലാഞ്ചനകൾ ഉള്ളതാണ്. അപൂർവമെങ്കിൽ പോലും അത്ര അസംഭവ്യമൊന്നുമല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് വലിയ ഇൻവെസ്റ്റേഴ്സ് ചില സ്റ്റോക്കുകളെ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില എഫേർട്ടുകൾ എടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ചില സ്റ്റോക്കുകളുടെ പ്രൊമോട്ടർമാർ പണമായിട്ടോ മറ്റു പാരിതോഷികങ്ങളായിട്ടോ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ അടുക്കൽ പോകുന്ന അനുഭവങ്ങളും ഇതിനു മുമ്പുണ്ട്. നമുക്കറിയുന്ന പല വലിയ നിക്ഷേപകരും ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞു മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തിയതായിട്ട് ചരിത്രം പറയുന്നു. ഉറങ്ങിക്കിടക്കുന്ന ആർക്കും അറിയാത്ത ഒരു പെനി സ്റ്റോക്ക്, ആ ഒരു പെനി സ്റ്റോക്കിന് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വലിയ നിക്ഷേപകർ ഏറ്റെടുക്കുകയും അതിനുശേഷം ഇവരെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്കിൻ്റെ വില അടുത്ത 3-4 ദിവസം അപ്പർ സർക്യൂട്ടിലായിരിക്കും. ആ ഒരു സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇയാൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ മറ്റാരെങ്കിലും ഒരാൾ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീം പോലെ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരും വലിയൊരു വിലക്ക് എക്സിറ്റ് ചെയ്യും. ഇതെല്ലാം ഇത് കേട്ട് ഓടി വന്നവരുടെ തലയിലിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ചില സ്റ്റോക്കുകൾ എടുക്കുന്നത് ചിലപ്പോൾ ഒരു ക്രോസ് ഹോൾഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാകാനുള്ള വഴിയുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രോസ് ഹോൾഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വർഷം 1-2 തവണ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്നത് കൊണ്ട് രണ്ടാമതോടെ പരാമർശിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ഉള്ള അവിശുദ്ധരമായിട്ടുള്ള ചില കൂട്ടുകളുടെ ഫലമായിട്ടും ചില സ്റ്റോക്കുകളിൽ വലിയ ആളുകളും നിക്ഷേപിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് വലിയ നിക്ഷേപകർ നിക്ഷേപിച്ച എല്ലാ സ്റ്റോക്കും മുകളിലേക്ക് പോയിക്കൊള്ളണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ BCGയുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. പല വലിയ നിക്ഷേപകരും പലപ്പോഴായിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ചിലരെല്ലാം ലാഭത്തിൽ പുറത്തിറങ്ങി, മറ്റു ചിലർക്ക് നഷ്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പോലും മുമ്പോട്ട് പോയേക്കാം. അപ്പം അതുകൊണ്ട് ആത്യന്തികമായി പറയാനുള്ളത്, വലിയ നിക്ഷേപകരെ പിന്തുടരുക എന്നതിനുപരി
നിങ്ങൾ പഠിച്ച് നിങ്ങൾ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അംഗീകൃതരായിട്ടുള്ള നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ റിസർച്ചോ അല്ലെങ്കിൽ അംഗീകാരമുള്ള ഏതെങ്കിലും റിസർച്ച് അനലിസ്റ്റിൻ്റെയോ റെക്കമെൻഡേഷൻ എടുക്കുക, അഡ്വൈസറി സർവീസ് എടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവും തിരഞ്ഞെടുക്കാനുള്ള കഴിവും ഇല്ലെങ്കിൽ, അല്ലാതെ അവിടുന്ന് ഇവിടുന്നും കിട്ടുന്ന കുറച്ച് ന്യൂസുകളുടെ ബേസിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പലപ്പോഴും അത് വിചാരിക്കുന്നത്ര ഗുണമുണ്ടായിക്കൊള്ളും നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡായി മാറിയേക്കാനുള്ള വഴിയുമുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായം വീണ്ടും കാണാതെ വരെ നന്ദി, നമസ്കാരം.